ഇന്ന് നമുക്ക് കറിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? ചീര. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയത് ചീരയാണ്. ഇതിൽ പച്ചച്ചീരയും ചുവന്ന ചീരയും കിട്ടി, പിന്നെ കുറച്ച് മുളകും കിട്ടിയിട്ടോ. അപ്പോൾ മുളകും ചീരയും കൂടി പറിച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കൃഷിപ്പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറച്ച് പുല്ലൊക്കെ പറിച്ച് കളയണേ. നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ പുല്ല്, കള. ഈ കളനെ പറിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കംപ്ലീറ്റ് വളവും കൂടുതലും ഈ പുല്ലുകളൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ചെടിക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പുല്ലുകൾ കാണുമ്പോൾ തന്നെ മാക്സിമം പറിച്ച് മാറ്റാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ കുറേ പുല്ലൊക്കെ പറിച്ച് മാറ്റി. പിന്നെ ഇവിടെ സാമ്പാർ ചീര ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ചീര നല്ല രീതിയിൽ തന്നെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ കുറച്ച് മുറിച്ചെടുത്തിട്ട് അപ്പുറമൊക്കെ നട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ ആ ഭാഗം മൊത്തം ഒന്ന് പടർന്ന് പന്തലിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി നട്ടിട്ട് പിന്നെ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തേ. പിന്നെയും തുടങ്ങി പുല്ലുപറി തന്നെ. പുല്ലുപറി പറിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളവും കൂടുതലും ഈ പുല്ലൊക്കെ ആയിരിക്കും വലിച്ചെടുക്കുക. അത് ഈ ചെടിക്കൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് മൊത്തം ഒന്ന് നനച്ചതിന് ശേഷം പിന്നെ പോയത് നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് തൈകൾ, അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓസിട്ട് തന്നെ നനയ്ക്കാം. അതിൻ്റെ സൈഡിൽ കൂടി ചെടിയുമ കൊള്ളാത്ത രീതിയിൽ സൈഡിൽ പതുക്കെ ഓസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് നനച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ പയറിൻ്റെ പുല്ലുകൾ പറിച്ചെടുക്കലാണ് കേട്ടോ. പയർ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ പറിക്കാനായിട്ട് നമുക്ക് പയർ കിട്ടുന്നുണ്ട്. കുറേശ്ശെ കിട്ടുന്നുള്ളൂ, നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടുന്നുണ്ട്. അങ്ങനെ 4 ദിവസം കൂടുമ്പോഴാണ് പയർ പറിച്ചെടുക്കുന്നത്. പിന്നെ അന്ന് നമ്മൾ നട്ട ചെടികളിൽ കുറച്ച് ചെടികളൊക്കെ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുള്ള ചെടികളാണ് ഉണങ്ങിപ്പോയത്. അപ്പോൾ ആ ഭാഗത്ത് വേറെ ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം എല്ലാത്തിനും വെള്ളമൊഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലുള്ളതുകൊണ്ട് തന്നെ 2 നേരം നനയ്ക്കണം. ഈ ഭാഗത്ത് നമ്മൾ പച്ചക്കറി നടാൻ തിരഞ്ഞെടുത്ത സ്ഥലം നല്ല വെയിൽ നോക്കിയിട്ട് തന്നെയാണ് ഈ ഭാഗം തിരഞ്ഞെടുത്തത്. അങ്ങനെ അവിടെ എല്ലായിടത്തും ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഫുള്ളും വെള്ളം കൊടുത്ത് തളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് വൈകുന്നേരം വരെ ഈ ചെടികൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വെയിൽ കൊണ്ട് മൊത്തം വാടിക്കരിഞ്ഞ് പോവേ. നമ്മുടെ പയറിൻ്റെ ഇടയിൽ നിറച്ച് പുല്ലാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് പറിച്ച് കളയാൻ നോക്കുകയാണ്. ഇത് പറിച്ച് കളഞ്ഞിട്ട് വേണം ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ കടക്കൽ. എന്നാലേ ഇത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഈ പയറിൻ്റെയും അതുപോലെ മത്തൻ്റെയൊക്കെ തളിരില എടുത്തിട്ട് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചില ആൾക്കാർ ഈ പയറിൻ്റെ ഇല എടുത്തിട്ട് വാട്ടിയിട്ട് അതിൻ്റെ കട്ട് കളഞ്ഞിട്ടൊക്കെ കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നാലാണ് അതിൻ്റെ കയ്പ്പ് രസം പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ തളിരില എടുത്തിട്ട് കട്ടൊന്നും കളയാനൊന്നും നിന്നില്ല. ഡയറക്റ്റ്ലി തന്നെ അത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.